മലയാള സിനിമയിലെ ലൈംഗിക പീഡന പരാതി നടന്മാരെ മാത്രമല്ല സംവിധായകരെയും അണിയറ പ്രവർത്തകരെയും വരെയും പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. യുവതി നൽകിയ പീഡന പരാതിയിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ കൊച്ചി മരട് പോലീസ് കേസെടുത്തു. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ രഹസ്യമൊഴിയെടുപ്പ് തുടരുകയാണ്. ഇടവേള ബാബുവിനെതിരെയും പ്രൊഡക്ഷൻ കൺട്രോളർ നോബിളിനെതിരെയും ആലുവ മുനിസിപ്പൽ കോടതിയിലാണ് നടി രഹസ്യമൊഴി നൽകിയത്. മുകേഷിന്റെ മരടിലെ വില്ലയിലും ഇടവേള ബാബുവിന്റെ കലൂരിലെ ഫ്ളാറ്റിലും അന്വേഷണ സംഘം നടിയുമായി തെളിവെടുപ്പ് നടത്തി. ജയസൂര്യക്കെതിരായ കേസിൽ തിങ്കളാഴ്ച പരാതിക്കാരിയുടെ രഹസ്യമൊഴിയെടുക്കും. അതിനിടെ ജയസൂര്യക്കെതിരെ കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറി. സിനിമാ താരങ്ങൾക്കെതിരായ ലൈംഗികാരോപണ പരാതിയിൽ ഇന്ന് ഒരു കേസ് കൂടിയാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. പരസ്യചിത്രത്തിൽ അഭിനയിക്കാമെന്ന് വാഗ്ദാനം നൽകി യുവ നടിയെ ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തിയ സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയാണ് മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതിക്കാരി സമാനമായ രീതിയിൽ ബാബുരാജിനെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നു. ബാബുരാജിനെതിരെയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലായി സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ മരട് പോലീസാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്യും. പരസ്യചിത്രത്തിൽ അഭിനയിക്കാം എന്ന് വാഗ്ദാനം നൽകിയാണ് തന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത്. അവിടെ വെച്ച് അതിക്രമിച്ച് തന്റെ ശരീരത്തെ സ്പർശിക്കുകയും തന്നെ ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളൊരു പരാതിയാണ് ഈ പെൺകുട്ടി മരട് പോലീസിന് കൈമാറിയിരിക്കുന്നത്. എന്നാലും ശ്രീകുമാർ മേനോനും മുൻകൂർ ജാമ്യം അടക്കമുള്ളതിനു വേണ്ടി തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന വിവരം കൂടിയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. നടൻ ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെ ആലുവയിലെ നടി നൽകിയ പരാതിയിൽ ഓരോന്നായി അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം തന്നെ ഈ യുവതിയുടെ രഹസ്യമൊഴി ആലുവയിലെ വീട്ടിലെത്തി മണിക്കൂറുകൾ നീണ്ട രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ആലുവ മുനിസിപ്പൽ കോടതിയിലെത്തി യുവതി രഹസ്യമൊഴി കോടതിക്ക് മുന്നിൽ നൽകുകയും ചെയ്തു. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ, അതായത് ജയസൂര്യ നായകനായ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ താൻ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജയസൂര്യ തന്റെ അനുവാദമില്ലാതെ ശരീരത്തിലേക്ക് കടന്നു പിടിക്കുകയും തന്നോട് മോശമായി പെരുമാറി എന്നൊരു പരാതിയാണ് ഈ യുവതി പോലീസിന് നൽകിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടിയായിരുന്നു മുനിസിപ്പൽ കോടതിയിലെത്തി വിശദമായിട്ടുള്ള മൊഴി നൽകിയത്. നടൻ ജയസൂര്യക്കെതിരെ മറ്റൊരു പരാതി കൂടി കരമന പോലീസിന് ഒരു നടി നൽകിയിരുന്നു. ഇതിപ്പോൾ ഈ കേസ് തൊടുപുഴ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. കാരണം ഈ സംഭവം നടന്നത് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. തൊടുപുഴയിൽ ഒരു സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഇത്തരത്തിൽ അനുവാദമില്ലാതെ തന്റെ ശരീരത്തിലേക്ക് ജയസൂര്യ കടന്നു പിടിക്കുകയും തന്നെ മോശമായി തന്നോട് സംസാരിച്ചു എന്നും ഈ നടി പരാതിയിൽ പറയുന്നുണ്ട്. ഇത് കരമന പോലീസിനായിരുന്നു ആദ്യം പരാതി നൽകിയത്. പക്ഷേ സംഭവം നടന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ തൊടുപുഴയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തൊടുപുഴ പോലീസിന് ഈ കേസ് കൈമാറിയിരിക്കുന്നത്. തൊടുപുഴ പോലീസ് ഇത് രജിസ്റ്റർ ചെയ്തായിരിക്കും അന്വേഷിക്കുക. എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ജയസൂര്യക്കെതിരെ ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ഈ സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണ പരാതിയിൽ എല്ലാം തന്നെ സംഭവം നടന്ന ഇടത്ത് പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇത് കൈമാറുക.